ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% അധിക തീരുവ, അതായത് 25% അധിക തീരുവ പ്ലസ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴ തീരുവ ഉൾപ്പെടെ 50% തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് കേരളത്തിലും വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഇപ്പോൾ ആ 25% തീരുവ പ്രാബല്യത്തിൽ വരുമ്പോൾ തന്നെ കേരളത്തിൽ ആ ആഘാതം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. അത് കേരളത്തിലെ കാർഷിക മേഖലകളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. കാർഷിക സുഗന്ധവ്യഞ്ജന പല വ്യാപാര കരാറുകളും കാർഷിക മേഖലയുമായും സുഗന്ധവ്യഞ്ജന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പല കരാറുകളും റദ്ദാക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങൾ, മത്സ്യോൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽസ്, കയർ എന്നീ മേഖലകളെയാണ് അമേരിക്കയുടെ പുതിയ നയം ബാധിക്കുമെന്ന് കരുതിയിരുന്നത്. ആ മേഖലകളെ തന്നെ ആദ്യം പിടിച്ചുലയ്ക്കുകയാണ് ഈ കരാർ. റബ്ബർ, ഏലം വ്യാപാര കരാറുകളും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ. അതിൽ കിറ്റെക്സ് എന്ന് പറയുന്ന സ്ഥാപനം, നമുക്കറിയാം അവരുടെ കിറ്റെക്സിന്റെ ഒരു പ്രധാന വിപണി അമേരിക്കയാണ്, ഒപ്പം തന്നെ യൂറോപ്പാണ്. അവരുടെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഈ രണ്ട് മേഖലകളെയാണ്. നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വസ്ത്രനിർമ്മാണ കമ്പനിയാണ് കിഴക്കമ്പലത്തെ കിറ്റെക്സിന്റെ ഗാർമെന്റ്സ്. അവിടെ അവർക്ക് ഇപ്പോൾ തന്നെ ഇതിന്റെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഓർഡറുകൾ റദ്ദായിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ആന്ധ്രാപ്രദേശിലേക്കുള്ള അവരുടെ പ്രവേശനം ഉടൻ വേണ്ട എന്നൊരു തീരുമാനം അവർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എടുക്കുകയാണ്. ഉൽപാദനം കുറയ്ക്കേണ്ടി വരും എന്നൊരു സാഹചര്യം ചൂണ്ടിക്കാട്ടുന്നു. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നതിന് പല സ്ഥാപനങ്ങൾക്കും ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും. നിലനിൽപ്പ് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. 1000 കോടി രൂപയുടെ അധിക വരുമാനം ആഭ്യന്തര വിപണിയിൽ നിന്ന് കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. അതായത് യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക് പ്രധാന വിപണി നിശ്ചയിച്ച് വ്യാപാരം നടത്തുന്ന കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി, അവരുടെ പ്രധാന കയറ്റുമതി തടസ്സം നേരിടുന്നു എന്നൊരു സാഹചര്യം വരുമ്പോൾ അത് ആഭ്യന്തര വിപണിയിൽ നിന്നും ഈടാക്കുക എന്നതാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അങ്ങനെ 1000 കോടിയോളം രൂപയുടെ നഷ്ടം ആഭ്യന്തര വിപണിയിൽ ശക്തമായി വിപണി കണ്ടെത്തിക്കൊണ്ട് മറികടക്കാം എന്ന ഒരു ഉദ്ദേശമാണ് അവരെ സംബന്ധിച്ചുള്ളത്. പക്ഷേ അതിന് പുറമെ നഷ്ടം നേരിടും എന്ന ഒരു സാഹചര്യമുണ്ട്. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ കിറ്റെക്സ് നടത്തുന്നു എന്നതാണ്. നമുക്കറിയാം കാർഷിക മേഖലകളെ ഇത് വലിയ രീതിയിൽ ബാധിക്കുമെന്നത്. നമുക്ക് ആസിയാൻ കരാറിന്റെ കാലം മുതൽ തന്നെ കാർഷിക മേഖലകൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൽ പിച്ചവെച്ച് അല്ലെങ്കിൽ പിടിച്ചു നിന്ന് കരുത്താർജിച്ച് വരുന്ന മേഖലകളാണ് ഇപ്പോൾ ഈ അമേരിക്കൻ ആഘാതം നേരിടാൻ പോകുന്നത്. അപ്പോൾ അത് മറികടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ്. കാർഷിക മേഖലകളിൽ ഈ സുഗന്ധവ്യഞ്ജന മേഖലകൾ, ഏലം തുടങ്ങി മഞ്ഞൾ തുടങ്ങി കർഷകർ അതിന്റെ കയറ്റുമതി പ്രധാനമായും അമേരിക്കൻ വിപണിയിലേക്ക് ലക്ഷ്യമിട്ടാണ് നടത്തുന്നത്. അവരെയായിരിക്കും പ്രധാനമായും ഇത് ബുദ്ധിമുട്ടിലാക്കുക. കുരുമുളക്, ഏലം, മഞ്ഞൾ, ജാതി തുടങ്ങിയവയുടെ കയറ്റുമതിയെ പ്രധാനമായും അമേരിക്കയാണ് ഒരു വിപണിയായി ആശ്രയിക്കുന്നത്. അവർ ഈ ആഘാതത്തിൽ കനത്ത നഷ്ടം നേരിടും എന്നൊരു സാഹചര്യം. ആ മാർക്കറ്റ് പൂർണ്ണമായും തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ നിന്നുള്ളവർ കൈയടക്കുമോ എന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നു. കാരണം നമ്മുടെ വിപണി, നമ്മൾ ആധിപത്യം പുലർത്തുന്ന വിപണി മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ കൈയടക്കുമോ എന്ന ഒരു ആശങ്ക കൂടി ഈ മേഖലയിലുള്ളവർ പങ്കുവെക്കുകയാണ്. ഇത് തന്നെയായിരിക്കും മത്സ്യമേഖലയിലും സംഭവിക്കാൻ പോവുക. 2023-24 ഏതാണ്ട് 7200 കോടി രൂപ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലൂടെ വരുമാനമുണ്ടാക്കിയിരുന്നു. ആ വരുമാനം നിലയ്ക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ ശക്തമായിരിക്കുന്നു. അതിന്റെ ഒരു വലിയ ഭാഗം ആ കയറ്റുമതിയുടേത് അമേരിക്കയിലേക്കായിരുന്നു. ഇന്ത്യയുടെ ഈ ഉൽപ്പന്നങ്ങൾ ഇനി ഈ 50% അധിക നികുതി കൊടുത്ത് അമേരിക്കയിൽ ഉപഭോക്താക്കൾ വാങ്ങും എന്ന ഒരു സാഹചര്യമില്ല. ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾ ആ ഡീലുകൾ, കരാറുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം പ്രകടിപ്പിക്കില്ല. ആ സാഹചര്യത്തിൽ ഈ കരാറുകളും റദ്ദാക്കപ്പെടും. അത് മത്സ്യമേഖലയും വലിയ രീതിയിൽ ബാധിക്കും. ഇതേ പ്രതിസന്ധി നമ്മൾ കശുവണ്ടി മേഖലയിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അമേരിക്ക ഒരു പ്രധാന വിപണി ആയതുകൊണ്ട് തന്നെ. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടി കശുവണ്ടി മേഖലയ്ക്ക് ഉണ്ടാകില്ല എന്ന ആശ്വാസകരമായ ഒരു പ്രതികരണം നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റ് ആഭ്യന്തര വിപണികൾ കണ്ടെത്തി പരിഹരിക്കാനാകും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നത് പ്രമുഖ വ്യവസായിയായ ഡോക്ടർ ജെ രാജ്മോഹൻ പിള്ളയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഒന്നും നഷ്ടപ്പെടത്തില്ല. ബിക്കോസ് നമ്മളുടെ ഈ പരമ്പരാഗതമായിട്ട് കാഷ്യൂസ് മാത്രം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഈ കാഷ്യൂസ് ഇന്ത്യയിലും
യൂറോപ്പിലും ജപ്പാനും ഓസ്ട്രേലിയ ആയിട്ട് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യും ഈ എക്സ്ട്രാ എക്സ്പോർട്സ്. അപ്പോൾ അതൊരു പ്രതീക്ഷയാണ്. കാരണം കശുവണ്ടി മേഖലയെയും വലിയ രീതിയിൽ ഇത് ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടത്താണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കശുവണ്ടി മേഖല പോകില്ല എന്നൊരു പ്രമുഖ വ്യവസായിയുടെ തന്നെ ഒരു പ്രതികരണം വരുന്നത്. അത് ആഭ്യന്തര വിപണികൾ കണ്ടെത്തിക്കൊണ്ട് മറികടക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എന്തായാലും അത് സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലായിടങ്ങളിലും അത്തരം പകരം സംവിധാനങ്ങൾ തേടുക എന്നത് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻ. പക്ഷേ കശുവണ്ടി മേഖലയ്ക്ക് അത് സാധ്യമാകുമ്പോൾ എല്ലായിടത്തും, ഇപ്പോൾ മത്സ്യമേഖലയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രധാനമായും അത് കയറ്റുമതിയെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്നതാണ്. അവിടെ എത്രമാത്രം ആഭ്യന്തര വിപണി കണ്ടെത്തുക സാധ്യമാകുമെന്നത് നമുക്കുറപ്പില്ല. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ വിതരണം വൻകിട അമേരിക്കൻ റീറ്റെയിൽ ശൃംഖലകൾ നിർത്തിവെച്ചത് കിറ്റെക്സ് പോലുള്ള കമ്പനികളെ വലിയ രീതിയിൽ ബാധിക്കുന്ന സാഹചര്യം നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടി. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് പുറമെ അങ്ങനെയുള്ള കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് സംരംഭങ്ങളെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. ഇപ്പോൾ ആശങ്ക കൂട്ടുന്ന മറ്റൊരു കാര്യം, വാണിജ്യ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പ്രതിസന്ധി മറികടക്കുമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ വാണിജ്യ കരാറിലെ ചർച്ചകൾ തന്നെ ട്രംപ് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഉടനെ ഒന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല എന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഉടലെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് മറ്റു പോംവഴികൾ? സർക്കാർ ഇപ്പോൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല. അമേരിക്ക ഇങ്ങോട്ട് സ്വീകരിക്കുന്ന നിലപാട് എന്താണോ അതനുസരിച്ച് തന്നെ അങ്ങോട്ട് പ്രതികരിക്കുകയുള്ളൂ എന്നൊരു കടുത്ത നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു, ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. പകരം മറ്റ് രാഷ്ട്രങ്ങളുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താനുള്ള നീക്കമുണ്ട്. നമുക്കറിയാം, റഷ്യയുമായി ചർച്ചകൾ നടക്കുകയാണ്. പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കാനിരിക്കുന്നു. ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടി ഇതിനൊരു ബദൽ ശക്തിയായി രൂപപ്പെടുമോ എന്നതൊക്കെ ഒരു പ്രതീക്ഷയായി നിലനിൽക്കുന്നു. പക്ഷേ അതിനും അപ്പുറം അടിയന്തരമായി ഇടപെടേണ്ടതാണ്. ഏറ്റവും ഇപ്പോൾ തീരുവ ചുമത്തിയപ്പോൾ തന്നെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് തുടങ്ങിയിരിക്കുന്ന ഈ വ്യവസായ സംരംഭങ്ങളുണ്ട്. അപ്പോൾ അവരെ പിടിച്ചു നിർത്തുക എന്നതിലും സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടക്കണം. അങ്ങനെയുള്ള സഹായങ്ങൾ പിടിച്ചു നിൽക്കുന്നതിൽ അവർക്ക് ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ പകരം വിപണി കണ്ടെത്താനുള്ള സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അത്തരം ഇടപെടലുകളിലൂടെ മാത്രമേ നമുക്ക് ഈ വെല്ലുവിളി മറികടക്കാൻ പറ്റുകയുള്ളൂ.